സ്പോഞ്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ല. സ്പോഞ്ച് കൊണ്ട് കിടിലൻ ടിപ്സുകൾ കാണിച്ചു തന്നാലോ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോയിലും കാണിക്കാത്ത അടിപൊളി ടിപ്സുകളാണ് ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത്. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമാവുന്ന കിടിലൻ ടിപ്സുകൾ. ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഭയങ്കര വലിയ നഷ്ടമാവും കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. സ്പോഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ചെറിയ പീസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്പോഞ്ച് നമ്മൾ പാത്രം കഴുകാനും പല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പല നമ്മൾ ക്ലീനിങ് പണികളും എല്ലാത്തിനും. ഇന്ന് കാണിക്കാത്ത വെറൈറ്റി ടിപ്സുകളാണ് കേട്ടോ. നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കംഫർട്ട് കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോഡാപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ബാഡ് സ്മെല്ലുകളെ നല്ലപോലെ വലിച്ചെടുക്കാൻ ഈ ഒരു സോഡാപ്പൊടിക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കൊടുക്കാൻ നമ്മളുടെ കംഫർട്ടിനും കഴിയും. അപ്പം നമ്മൾ വീട് നല്ല അടിപൊളി പോസിറ്റീവ് വൈബിൽ വെക്കാനായിട്ട് ഇത് രണ്ടും മതി കേട്ടോ. ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക ഈ ഒരു സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറേ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. എന്താ പറയുക, അതിൻ്റെ ഒരു കൂടുതലായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്കൊക്കെ വരുമല്ലോ. അത്രയൊന്നും ഒഴിക്കരുത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കുക. അലമാരിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ചും കൊടുക്കാവുന്നതാണ്. അലമാരിയിൽ ഉണ്ടാവുന്ന മഴക്കാലത്താകട്ടെ വേനൽക്കാലത്താകട്ടെ ഏതൊരു സമയത്തുണ്ടാവുന്ന തുണികൾക്കുള്ള ഈർപ്പത്തിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ പൂപ്പൽ വരിക, കബേർഡിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ വരിക, അവയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു സൂത്രം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. തുണികൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു 2 ആഴ്ച 3 ആഴ്ച വരെയും അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഗുണവും ഉണ്ടാകും. അതുപോലെ നമ്മളുടെ ബെഡ്റൂമിലാകട്ടെ ഡൈനിങ് റൂമിലാകട്ടെ എല്ലായിടത്തും നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാകാനായിട്ട് ഈ ഒരു സ്പോഞ്ച് പല സ്ഥലങ്ങളിലും വെച്ച് കൊടുത്താൽ മതി. ബാഡ് സ്മെല്ല്, വീട്ടിലെ എല്ലാ ബാഡ് സ്മെല്ലും വലിച്ചെടുത്ത് നല്ല ഫ്രഷ് എയർ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകെണ്ണ കൂടി മിക്സ് ചെയ്താലോ. നമ്മളുടെ വുഡൻ ആയിട്ടുള്ള ഫർണിച്ചർ എല്ലാം നല്ല പുത്തനാക്കാനും അതിനോടൊപ്പം തന്നെ ചിതൽ വരുന്ന പ്രോബ്ലം, അതുപോലെ ചെറിയ ഉറുമ്പ് വന്ന് നമ്മളുടെ മരത്തിൻ്റെ ഫർണിച്ചറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് നശിപ്പിച്ച് കളയും അല്ലേ. അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു മിശ്രിതം വെച്ച് 2 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ആ ഒരു പുതുമ നിലനിൽക്കും. നല്ല പോലെ തന്നെ പുതുമ നിലനിൽക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് കൊണ്ട് ഇതാക്കുക. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. കംഫർട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഡോറാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ചെതൽ വരില്ല. നമ്മൾ 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മരത്തിൽ ചെതൽ വരാതിരിക്കാൻ സൂപ്പറാണ്. അടുത്തതായിട്ട് നമുക്ക് ഹാൻഡ് ബാഗിൽ ഒരു സൂത്രം കണ്ടാലോ. ഹാൻഡ് ബാഗ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ല് വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ബാഡ് സ്മെല്ല് വന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഒരു കിടിലൻ ടിപ്പ് കാണാം കേട്ടോ. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളുടെ കൈ ഒരു ബാഡ് സ്മെല്ല് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ബാഡ് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പോഞ്ച് എന്ന് വെച്ചാൽ സ്പോഞ്ച് നല്ലതുപോലെ ഉള്ളിലേക്ക് സ്പ്രേ അടിച്ചു കൊടുക്കണം. കുറച്ചധികം ഒരു ടേബിൾ സ്പൂണോളം സ്പ്രേ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ പ്രസ്സൊന്നും ചെയ്യാതെ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പോഞ്ചിലുള്ള സ്മെല്ല് നമ്മളുടെ കയ്യിലേക്ക് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ മീനും ഇറച്ചിയൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാലും നമുക്കൊരു ബാഡ് സ്മെല്ല് ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ കയ്യിലോ അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്കാണെങ്കിൽ കുട്ടികളുടെ കൈകളിലൊക്കെ ഇത് വെച്ച് കൊടുക്കാനും ബാഗ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ നല്ല ഫ്രഷ് മണം എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അടുത്ത ടിപ്പ്, കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കംഫർട്ട് വേണ്ട കേട്ടോ, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതും നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് നമ്മളുടെ പച്ചക്കറികളാകട്ടെ ഫ്രൂട്ട്സ് ആകട്ടെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തായി പോവുക, അങ്ങനെയുള്ള പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോണ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. കറിവേപ്പിലാണെങ്കിൽ എന്താണെങ്കിലും അതുപോലെ നല്ലൊരു ഫ്രഷ് മണമായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരിക്കുവാനും ഇതുപോലെ
ഇതുപോലെ ചെയ്താൽ മതി. സ്പോഞ്ച് എടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്ത് ഈ ഒരു പൊടി ഇത് കുറേയൊന്നും ഇടണ്ട, കുറച്ച് മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക 2 ആഴ്ച കൂടുമ്പോൾ ഇത് മാറ്റി പിന്നെയും ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് തന്നെ വർഷങ്ങളോളം വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കൂടി വന്ന 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് മാറ്റി വേറെ ഒരു പുതിയത് വെച്ച് കൊടുക്കുക. അപ്പോൾ പച്ചക്കറികൾ പെട്ടെന്ന് ചീത്തായി പോകുക, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രയർ ഒന്നും ഉപയോഗിക്കൂലല്ലോ. അപ്പോൾ ഡ്രയറിൻ്റെ ഉള്ളിലാണെങ്കിലും വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണെങ്കിലും ആ ഒരു ബാഡ് സ്മെൽ വരാതിരിക്കാൻ ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് ഇതുപോലെ തന്നെ ചെറിയ ഓട്ട ഇട്ട് കൊടുക്കാവുള്ളൂ, കുറേ വലിയ ഓട്ടയൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ കബേർഡിൻ്റെ ഉള്ളിൽ വെക്കാം, നമ്മൾ സാധനങ്ങളൊക്കെ വെക്കില്ലേ, പലർക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന, നമ്മൾ അടച്ചിടുന്ന അലമാരകൾ, നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യാതെ വെക്കുന്ന കാസ്ട്രോള്, പിന്നെ നമ്മളുടെ ഫ്ലാസ്ക്, ഇവയിലെല്ലാം ഇത് ഉപയോഗിക്കാം കേട്ടോ. എല്ലാം ഞാൻ കാണിക്കുന്നില്ല, അതിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാസ്കൊക്കെ ഉപയോഗിക്കാണ്ട് വെക്കുമ്പോൾ ഇതുപോലെ വെക്കുക. അതുപോലെ തന്നെ സവാള, ഉള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ കൂടുതൽ മേടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാതിരിക്കുവാനും മുള വരാതിരിക്കുവാനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ. മുള ഒന്നും വരില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. കാസ്ട്രോളിലൊക്കെ വെച്ച് തന്നെ സൂപ്പറാണ് കേട്ടോ. അതൊന്നും കാണിക്കാണ്ടാണ്, കാണിച്ച് കഴിയുമ്പോൾ കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഇതുപോലെ നീരിയതായിട്ട് ഞാൻ ആ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലും ഞാനിപ്പോൾ ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്, പക്ഷെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ അലമാരയുടെ സൈഡിലേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ മഫ്ത പിന്നില്ലേ, മഫ്തയിൽ കുത്തുന്ന പിന്ന്, നമ്മൾ സാധാരണ സാരിയിൽ കുത്തുന്ന പിന്നാകട്ടെ, അതുപോലെ തന്നെ ഇതുപോലെ കമ്മലുകളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഹറിബറിയിൽ നമുക്ക് തപ്പണ്ടേ പിടിക്കണ്ടേ, അതുപോലെ ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ പെട്ടെന്ന് ചീത്തായി പോകുക, അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറുകളൊക്കെ തമ്മിൽ കിടന്നിട്ട് മിക്സായിട്ട് പെട്ടെന്ന് അത് ഫെയ്ഡായി പോകും, ചീത്തായി പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈടും നിൽക്കും, നല്ല കളറ് ഫെയ്ഡാകേയില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്ഥലം ലാഭിക്കാനും സാധിക്കും. പിന്നെ നമുക്ക് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ തന്നെ പിന്നുകളൊക്കെ നമുക്ക് ഇതിൽ കുത്തി വെക്കാവുന്നതാണ്. 2-3 സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അലമാരയുടെ ഈ ഒരു വാതിലിൻ്റെ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. നല്ല കിടിലൻ ടിപ്സുകളാണ്, ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നുമില്ല, എല്ലാം കൺവെർട്ടത് തന്നെ ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് അലമാരയിൽ നമുക്ക് ഇതുപോലെ ഹാങ്ങർ ഇതുപോലെ നിരന്ന് കിടക്കും അല്ലേ, അതുപോലെ ഒന്നിലൊന്നിനും മുട്ടി കിടക്കും. അപ്പം ഒരു അടുക്കും ചിട്ടയില്ലാത്ത പോലെ, അതുപോലെ അലമാരയിൽ സ്ഥലം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളുടെ ചെറിയ ഷോക്സുകൾ, അതുപോലെ ഇന്നർവെയേഴ്സൊക്കെ നമ്മൾ ഓരോ ഇതിലായിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് സ്ഥലം ലാഭിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് കാണിച്ച വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ടിപ്സുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത്. ചെറിയ ബോക്സിൽ നമ്മൾ ഓരോ ഐറ്റംസ് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് സ്ഥലം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ ഹാങ്കറിൽ ഇടുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ കുറേ സ്പേസ് നമുക്ക് വേണ്ടി വരും. ആ ഒരു അലമാരയിൽ ഫുള്ള് ഇത് മാത്രം നമുക്ക് ഇടാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊന്നിനും മുട്ടാതെ അടുത്ത ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല പോലെ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാ ടിപ്സും ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി